ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഊട്ടി കഴിഞ്ഞില്ലേ? ജയിൽ വാർഡൻ വൈകിയാണല്ലോ വിളിക്കുന്നത്. വൈക. ഹലോ മാഡം, ഡ്യൂട്ടിയിലാ. ജയിലിൽ നിന്നാ വിളിക്കുന്നത്. എന്താ വിശേഷിച്ച്? ഇവിടെ ഇപ്പൊ ഒരു ലവ് സീൻ നടന്നുകൊണ്ടിരിക്കുക. നായകനും നായികയും അടുത്തു തന്നെ ഉണ്ട്. ലവ് സീനോ? എന്താ നീ പറയുന്നത്? ജയിലിൽ വല്ല സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നോ? ഉണ്ട്. നായകൻ ജഗൻ, നായിക വന്ദന. അവരെ കൂടാതെ ദിയ എന്നൊരു കുട്ടിയും ഫ്രെയിമിലുണ്ട്. ഇതൊരു ഫാമിലി സ്റ്റോറി ആണെന്നാ തോന്നുന്നത്. ഒരു ലവ് സ്റ്റോറിയുടെ എല്ലാ റൊമാൻറ്റിക് സെറ്റപ്പും ഇപ്പൊ ജയിലിലുണ്ട് മാഡം. നീ സൂചന ഇട്ടപ്പോഴേ കാര്യങ്ങളൊക്കെ ഊഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വൈകെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ വന്ദന ഒരു അഴിഞ്ഞാട്ടക്കാരിയാ. പ്രസാദിപ്പിക്കേണ്ടവരെയൊക്കെ വലയിലാക്കി കാര്യം കാണാൻ മിടുക്കി. അധികാരവും ആജ്ഞാശക്തിയുള്ള വാർഡനല്ലേ വൈക? എന്നിട്ടാണോ നീ ഷൂട്ടിംഗും കണ്ട് രസിച്ചിരിക്കുന്നത്? കഥയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കു വൈകെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ അവളുടെ കൂത്താട്ടത്തെ ഒന്ന് പരിപോഷിപ്പിച്ച് വിട്ടേക്ക്. അയ്യോ, അങ്ങനെയൊക്കെ ചെയ്യണോ ഞാൻ? ജഗ, ഇതിനകത്ത് കിടക്കുമ്പോ ചിലപ്പോ ശ്വാസം വരെ നിലച്ചു പോവും. ഇരുട്ടില് ആരൊക്കെ വന്ന് പേടിപ്പിക്കുന്നത് പോലെ ഇതിന് നല്ലത് വധശിക്ഷ. എന്താ വന്ദനത്? നിയമമൊക്കെ സങ്കടാവും. കുറ്റം ചെയ്യാത്ത വന്ദനയ്ക്ക് അധികം നാളിവിടെ കിടക്കേണ്ടി വരില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. വന്ദനമ്മേ, മുമ്പെങ്ങും ഭക്ഷണത്തിന് ഇത്ര രുചി തോന്നിയിട്ടില്ല. ഇന്നെന്തോ ഭക്ഷണത്തിന് നല്ല രുചി തോന്നുന്നു. നിങ്ങളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സംതൃപ്തിയും മനസ്സമാധാനവും ആയിരിക്കും. ഇഷ്ടമുള്ളവരോടൊപ്പം ഇരുന്ന് കഴിക്കുന്നത് കയ്പുനീരാണെങ്കിൽ പോലും അതിന് പ്രത്യേകമായൊരു മധുരം ഉണ്ടാവും. അത് മനസ്സിലെ തോന്നലാണ്. എന്നാ ആ തോന്നൽ എനിക്ക് നന്നായി അനുഭവപ്പെടുന്നുണ്ട്. എന്റെ ഭർത്താവും മോളും ഊട്ടുന്ന ഭക്ഷണം എനിക്ക് അമൃതത്തിന് തുല്യാണ്. മുഴുവൻ എനിക്ക് കഴിക്കണം. വയറ് നിറഞ്ഞോളൂ, മനസ്സ് നിറഞ്ഞില്ല. നിർത്ത്. ഊട്ടി കഴിഞ്ഞില്ലേ? ഉണ്ണാനും ഊട്ടിക്കാനും ഒക്കെ ഇത് സ്വന്തം വീടാണെന്ന് കരുതിയോ? അല്ല മാഡം, വാർഡന്റെ അനുമതി വാങ്ങിയിരുന്നു. വാർഡന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാനാ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഇവിടെ തോന്നിവാസം ഒന്നും നടക്കില്ല. ഊട്ടിയതൊക്കെ മതി. ചെല്ലേ. മാഡം പ്ലീസ്, ഈ ഭക്ഷണം ഒന്ന് കഴിച്ചു തീർക്കാൻ എന്നെ അനുവദിക്കണം. അതെന്താടി, ഇത് നിന്റെ അവസാനത്തെ അത്താഴാണോ? എന്നാലും നടക്കില്ല. ആന്റി, ഈ ഇഡലിയും കൂടി വന്ദനമ്മേനെ കഴിക്കാൻ അനുവദിക്കണം. വന്ദനമ്മേ,
മാഡം അയ്യോ വന്ദനമ്മേ. മിണ്ടി പോവരുത്. ജാമ്യം പോലും കിട്ടാത്ത നൊട്ടോറിയസ് ക്രിമിനൽ ഇവള് ഊട്ടിക്കാൻ വന്നിരിക്കുന്നു. ഇവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എത്ര കുഞ്ഞുങ്ങളെയാടി നീ മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിച്ചത്. ഇങ്ങ് വന്നേ. ഇവളെ പിടിച്ച് സെല്ലിനകത്തിട്. തത്തെ വളർത്താനല്ല ജയിലിൽ സെല്ലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിടിച്ചോണ്ട് പോ ഇവളെ. ഇങ്ങോട്ട് പോ. വന്ദന വന്ദനമ്മേ. മേലിൽ ഇവിടെ കണ്ടുപോകരുത്. പൊക്കോ. ഇനി ഇവിടെ കണ്ട എല്ലാത്തിനെയും പിടിച്ച് അകത്തിടും. ജഗനോ? ദിയമോളെ, അല്ല നിങ്ങളെന്താ ഇവിടെ? വാ വാ. ഞങ്ങള് വിക്രത്തിനെ കാണാൻ വന്നതാ. എന്താ ജഗ? ജയിലിന്ന് വന്ദനമ്മേ കണ്ടിട്ട് വരുവോ അങ്കിളെ? ഓ, അവിടെ പോയിരുന്നോ? എന്നിട്ട്? വന്ദന മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുക. ഓ, അവിടെ വന്ദനയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ടെന്നാ എന്റെ ബലമായ സംശയം. ഞങ്ങള് വിഷമിക്കണ്ടെന്ന് കരുതിയിട്ടാവും വന്ദന ഒന്നും വിട്ടു പറയുന്നുമില്ല. അങ്കിളെ, വന്ദനമ്മയോട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അങ്കിൾ അതെല്ലാം മറന്നിട്ട് എന്റെ വന്ദനമ്മ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. മോൾ എന്തായി പറയുന്നേ? അങ്കിൾ എന്തിനാ മോളുടെ വന്ദനമ്മയോട് പിണങ്ങുന്നേ? മാനത്തെ കൊട്ടാ